എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു ഹോൾ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ടെമൂന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിനെ പറ്റി കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല കേട്ടോ. ഞാനിപ്പോൾ ഖത്തറിലാണ്. ഖത്തറിലേക്ക് അതിൻ്റെ ഡെലിവറി ഉണ്ട്. ഇത് നമ്മുടെ പണ്ട് ഷീൻ, ക്ലബ് ഫാക്ടറി അങ്ങനത്തെ ആപ്പുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതുപോലെയുള്ള ആപ്പാണ് കേട്ടോ. കുറേ കുട്ടി കുട്ടി ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡ്രസ്സുകളും ഇപ്പോൾ കിച്ചൺ ഐറ്റംസും എല്ലാ തരത്തിലുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ. ഞാനപ്പോൾ കുഞ്ഞു കുഞ്ഞു കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഞാൻ ഇതിൻ്റെ റേറ്റ് അല്ലാതും ഖത്തർ റിയാലിലായിരിക്കും കേട്ടോ പറയാം. ഇന്ത്യൻ മണിയിൽ പറയാൻ പറ്റില്ല. ഇന്ത്യയിൽ എന്തായാലും ഇപ്പോൾ ഈ ഒരു ആപ്പ് അവൈലബിൾ അല്ല. ഇതൊരു ചൈനീസ് ആപ്പാണെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഇതൊന്നും തന്നെ ഞാൻ സെലക്ട് ചെയ്തതല്ല കേട്ടോ. എല്ലാം ഹസ്ബൻഡ് സെലക്ട് ചെയ്തതാണ്. ഞാൻ വരുന്നതിന് മുന്നേ, ഞാൻ വന്നിട്ടൊരു 3 മാസമൊക്കെ ആയി. അപ്പോൾ അതിന് മുന്നേ ആള് എനിക്ക് വാങ്ങി വെച്ച കുറച്ച് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. എനിക്ക് എന്നെ സർപ്രൈസ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ വാങ്ങിയ കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. ഒന്നും തന്നെ ഞാൻ സെലക്ട് ചെയ്തതല്ല. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ഈ പർച്ചേസിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി കാണിക്കാം കേട്ടോ. ഇത് ഒരു 4 ബ്രേസ്ലെറ്റിൻ്റെ സെറ്റാണ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം. ഇതാണ് കേട്ടോ 4 എണ്ണം. ഫസ്റ്റ് വരുന്നത് ഇതാ ഈ ഒരു ബ്രേസ്ലെറ്റ് ആണ്. ഫ്രീ സൈസ് ആണ് കേട്ടോ. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഒരു നോട്ട് വരുന്ന രീതിയിലുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ്. കണ്ടോ, ഇങ്ങനെയാണ് സംഭവം വരുന്നത്. നല്ല രസം കേട്ടോ കാണാനായിട്ട്. പിന്നെ ഈ ഒരു സെറ്റിൽ വരുന്ന അടുത്ത ബ്രേസ്ലെറ്റ് ഇതാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ക്രോസ് ആയിട്ട് വരുന്ന ഒരു ഡിസൈനിലാണ് ഈ ഒരു ബ്രേസ്ലെറ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെയുള്ളത് ഇതാ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റാണ്. രണ്ടെങ്കിലും ചെറിയ ഒരു റൗണ്ട് ഷേപ്പ് വരുന്ന ഒരു സിമ്പിളായിട്ടുള്ള ബ്രേസ്ലെറ്റ്. അടുത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേസ്ലെറ്റാണ് ഇത്. കണ്ടോ, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വട്ടക്കണ്ണിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബ്രേസ്ലെറ്റാണ്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. കണ്ടോ, ഇങ്ങനെ കിടക്കും ഇത് കാണാനായിട്ട്. നല്ല രസം കിട്ടും ഇത് കാണാൻ. അപ്പോൾ ഇത് 4ഉം ഗോൾഡൻ ഷെയ്ഡിലാണ് വരുന്നത്. ഇതൊരു സെറ്റാട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 6.28 റിയാലാണ്. ഈ ഒരു റേറ്റിന് ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ. അതായത് നാട്ടിലത്തെ റേറ്റ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു 150 രൂപയ്ക്ക് താഴെയുള്ളൂ. അടിപൊളിയാണ്, നല്ല ക്വാളിറ്റിയാണ്, ഗംഭീരമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ലേഡീസ് വിൻറ്റേജ് ക്യൂട്ട് നോട്ടഡ് ഹാർട്ട് ബ്രേസ്ലെറ്റ്, എലഗൻറ്റ് ഹാൻഡ് ഡെക്കറേഷൻ ജ്വല്ലറി, ഗിഫ്റ്റ് 4 പീസ് സെറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ പേര് വാങ്ങിയിട്ടുണ്ട്. 1.7K ആൾക്കാർ ഇത് വാങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഏത് കൺട്രിയിലാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കൺട്രിയുടെ കറൻസിയിലായിരിക്കും റേറ്റും കാര്യങ്ങളൊക്കെ കാണിക്കാം. ഖത്തർ റിയാലിൽ ഇതിൻ്റെ റേറ്റ് 6.28 ആണ് കേട്ടോ. കണ്ടോ, ഇതാണ് ഈ ഒരു പ്രോഡക്റ്റ്. ഞാൻ എന്തായാലും സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കാം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അടുത്ത് വാങ്ങിയിട്ടുള്ളത് വീണ്ടും ബ്രേസ്ലെറ്റ് തന്നെയാണ് കേട്ടോ. ഭയങ്കര സിമ്പിളും ക്യൂട്ടും കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു ബ്രേസ്ലെറ്റാണ്. ഇതാണ് സംഭവം. കണ്ടോ, നല്ല രസം കേട്ടോ കാണാൻ. ഇതിൻ്റെ ഈ ഒരു എൻഡിൽ ഒരു ഹാർട്ട് ഷേപ്പും വിത്ത് സ്റ്റോൺ ആണ്. ഈ ഒരു എൻഡിൽ നോർമൽ ഗോൾഡ് ഷെയ്ഡിൽ ഹാർട്ട് ഷേപ്പാണ് വരുന്നത് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണിത് കാണാനുള്ളത്. ഇത് മൊത്തത്തിൽ ഗോൾഡ് ഷെയ്ഡിലാണ് വരുന്നത്. ഇതിൻ്റെ തന്നെ ഒരു റോസ് ഗോൾഡ് ഷെയ്ഡും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. സെയിം തന്നെ, ഷെയ്ഡ് മാത്രം ഡിഫറെൻ്റ് ആണെന്നുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഈ ഒരു ഐറ്റം ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 2.24 റിയാലാണ്. അതായത് ഒരു 50 രൂപയ്ക്ക് വരുള്ളൂ കേട്ടോ. ഞാൻ ഇന്ത്യൻ മണിയിൽ പറയുകയില്ലെങ്കിൽ എന്തായാലും ഏകദേശം നമ്മുടെ നാട്ടിലെ കാശ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര അഫോർഡബിൾ ആണ്. ഇത് ലവ് ഹാർട്ട് ബാംഗിൾ ബ്രേസ്ലെറ്റ്, അഡ്ജസ്റ്റബിൾ ഹാൻഡ് ജ്വല്ലറി ഫോർ വുമൺ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ കൊടുത്തിട്ടുള്ളത്. പിന്നെ 39K ഇത് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ റിവ്യൂസും റേറ്റിങ്ങും കാര്യങ്ങളെല്ലാതും ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 4.7 റേറ്റിംഗ് വരുന്നുണ്ട് കേട്ടോ. ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പർച്ചേസാണ്. ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആണ് കേട്ടോ ഇപ്പോൾ ഈ പറഞ്ഞ 2.24 റിയാൽ എന്ന് പറയുന്നത്. കണ്ടോ, അപ്പോൾ ഇതും അടിപൊളിയായിട്ടുള്ള സംഭവമാണ് കേട്ടോ. അടുത്തത് വാങ്ങിയിട്ടുള്ളത് ഹെയർ ടൈസിൻ്റെ സെറ്റാണ് കേട്ടോ. ഇതൊക്കെയാണ് ഈ ഒരു സെറ്റിൽ വരുന്ന ഹെയർ ടൈസ്. 4 എണ്ണം വരുന്നുണ്ട് കേട്ടോ. വൈറ്റും ബ്ലൂ ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ. ഇത് നമ്മൾ കുറേ കണ്ടിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. ബുട്ട ജോർജറ്റിൻ്റെ അങ്ങനത്തെ ഒരു സംഭവമാണിത്. ഇത് ഞാൻ കുറേ പ്രാവശ്യം യൂസ് ചെയ്തിട്ട്. ഇത് 3 ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇതിന് പറ്റിയ ഡ്രസ്സ് എൻ്റെ കയ്യിലില്ലായിരുന്നു, മാച്ച് ആവുന്ന ഡ്രസ്സ്. അപ്പോൾ അതുകൊണ്ട് ഇത് 3 ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഇത് വൈറ്റിൽ ബ്ലൂ പോൾക്ക ഡോട്ട്സ് വരുന്ന ഒരു ഡിസൈനാണ്. അടുത്തത് ഈ ഒരു ബ്ലൂവിൽ വൈറ്റ് പോൾക്ക ഡോട്ട്സ് വരുന്ന ഡിസൈനാണ്. ഇത് ബ്ലൂവും വൈറ്റും റെഡും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഫ്ലോറൽ ഡിസൈൻ വരുന്ന ഒരു ഹെയർ ടൈ ആണ് കേട്ടോ. ഇത് 4ഉം കാണാനായിട്ട് അടിപൊളിയാണ്, നല്ല ഭംഗിയുണ്ട്. ഇത് ഇട്ടിട്ടും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഹെയർ ടൈസ് വാങ്ങാനായിട്ട് ഇഷ്ടമാണെങ്കിൽ, ഇടാനൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സംഭവമാണിത്. അത്രയ്ക്കും ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. പിന്നെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ എനിക്കിതുപോലത്തെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടറിഞ്ഞ് തന്നെ ഹസ്ബൻഡ് ഇത് ഓർഡർ ചെയ്തു. അപ്പോൾ ഇത് 4 പീസ് പോൾക്ക ഡോട്ട് സ്കാർഫ് സ്ക്രഞ്ചീസ് ഹെയർ ടൈ ലോങ് റിബൺ ടെയിൽസ് ഹെയർ റോപ്പ് എലഗൻ പോണി ടൈൽ ഹോൾഡർ ഹെയർ ആക്സസറീസ് വുമൺ, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്തായാലും വരുന്നത് 13.48 റിയാലാണ്. ഇതുപോലുള്ള ടെയിലുള്ള ഹെയർ ടൈസിന് നാട്ടിലായാലും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 13 റിയാൽ എന്ന് പറയുന്നത് അത്രയ്ക്ക് കൂടുതലൊന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് എന്തായാലും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി സംഭവമാണ് കേട്ടോ. 1K ആൾക്കാരാണ് ഇത് വാങ്ങിയിട്ടുള്ളത്.
പിന്നെ 4.8 സ്റ്റാറാണ് ഇതിന് റേറ്റിംഗ് വരുന്നത്. അടിപൊളി സംഭവമാണ്. ഇതും എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അടുത്തത് മേക്കപ്പ് ബ്രഷസിൻ്റെ സെറ്റാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഇത് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന കുറച്ച് ബ്രഷസ് ആണ്. ഇത് സത്യത്തിൽ ഇത് കണ്ട് കഴിഞ്ഞപ്പോൾ ആൾ ഞെട്ടി എന്ന് പറഞ്ഞത്. കാരണം ഫോട്ടോയിൽ കണ്ടപ്പോൾ അത്യാവശ്യം വലിപ്പം തോന്നിയിരുന്നു. കുറച്ചും കൂടി നല്ല ഇങ്ങനെ കുറച്ചും കൂടി ഉരുണ്ട പോലത്തെ ബ്രഷാണ് ആൾ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ തീരെ ചെറുതായിപ്പോയി. അങ്ങനെ ആൾ പറഞ്ഞു. അതെനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പിൽ നിന്ന് ഇതുപോലെ ബ്രഷസ് ഓർഡർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫോട്ടോയിൽ നല്ല വലിപ്പം ഉണ്ടാവും, നല്ല സ്പോഞ്ചി നല്ല മണ്ണുള്ള ബ്രഷസ് പോലെ തോന്നാം ഫോട്ടോയിൽ. പക്ഷെ വന്നു കഴിയുമ്പോൾ തീരെ മെലിഞ്ഞ ബ്രഷസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഈ ഒരു ബ്രഷിനുണ്ട് കേട്ടോ. ഞാനിത് യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ. കണ്ടോടത്തോളം കുഴപ്പമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രഷായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ അങ്ങനെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ അധികം അങ്ങനെ ഇപ്പോൾ മേക്കപ്പ് ലുക്സും കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്യാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് 5 ഫേസ് മേക്കപ്പ് ബ്രഷസും പിന്നെ 8 ഇതുപോലത്തെ ഐ മേക്കപ്പിൻ്റെ ബ്രഷസാണ് കേട്ടോ. ഒക്കെ സിമിലറാണ്, എല്ലാം തന്നെ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ് കേട്ടോ. കണ്ടോ, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് ഉള്ളൂ എല്ലാം തമ്മിൽ. ഇതാണ് ആ ഒരു ബ്രഷിൻ്റെ സെറ്റ് കേട്ടോ. ഇതിനകത്ത് 13 ബ്രഷസാണ് ടോട്ടൽ വരുന്നത്. ഐ മേക്കപ്പിനും അതുപോലെ തന്നെ ലിപ്സിനും പിന്നെ ഫൗണ്ടേഷൻ, പൗഡർ എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ബ്രഷസാണ് ഈ ഒരു സെറ്റിൽ വരുന്നത് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 8.08 റിയാലാണ്. പിന്നെ ഇത് 100K സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. 4.6 ആണ് ഇതിൻ്റെ റേറ്റിംഗ്. പിന്നെ ഇതിനകത്ത് കുറേ കളേഴ്സിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ വാങ്ങിയത് ഈ ഒരു ഷെയ്ഡാണ്. ഇതാണ് സംഭവം. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല. ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഫോട്ടോയിൽ കണ്ട പോലെ അല്ല അത് നേരിട്ട് വന്നപ്പോൾ. പിന്നെ എല്ലാ ബ്രഷസിലും തമ്മിൽ ചെറിയ സിമിലാരിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്താ, നമുക്ക് പൗഡർ ഇടാനൊക്കെ ഇത്രയും ചെറിയ ബ്രഷിനേക്കാളും കുറച്ചും കൂടി ഫ്ലഫി ആയിട്ടുള്ള ബ്രഷസ് ആയിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഈ ഐ മേക്കപ്പിൻ്റെ ബ്രഷസൊക്കെ സെയിം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ബ്രഷാണ് എനിക്കിന്ന് തോന്നിയിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് വാങ്ങിയിട്ടുള്ളത് ഇതുപോലെ തന്നെ ബ്രഷിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. ഈ ഒരു ബോക്സിലായിട്ടാണ് ബ്രഷസ് വരുന്നത്. ഈ ബ്രഷിൻ്റെ സെറ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതാണ് സംഭവം. ഒരു മിറർ വരുന്നുണ്ട്, കണ്ടോ, മിറർ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് 5 ബ്രഷുകളാണ് വരുന്നത്. ഈ ബ്രഷസ് നല്ല ബ്രഷസാണ് കേട്ടോ. കണ്ടോ, പക്ഷെ ലെങ്ത്ത് കുറവാണ്, ഈ ഹാൻഡിലിന് ലെങ്ത്ത് കുറവാണ്. പക്ഷെ എന്നാലും നല്ല ബ്രഷായിട്ടാണ് എനിക്ക് തോന്നിയത്. കണ്ടോ, നമുക്ക് ഫൗണ്ടേഷനൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ കൺസീലറൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു ബ്രഷ് നല്ലതാണ്. ഇതിൻ്റെ കൂടെയുള്ള അടുത്ത ബ്രഷ് ഇതാ ഈ ഒരു ബ്രഷാണ് കേട്ടോ. ഇത് പൗഡർ ബ്രഷായിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു ബ്രഷ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ ഷാഡോ ഇടാനായിട്ട് നല്ലതാണ് കേട്ടോ. നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല ബ്രഷാണ്. കണ്ടോ, നന്നായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതും ഐ മേക്കപ്പിൻ്റെ ബ്രഷസ് തന്നെയാണ്. ഇതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരെണ്ണം നല്ല ഫ്ലഫി ആയിട്ടുള്ള കുട്ടി ബ്രഷാണ്. പിന്നെ ഈ ഒരെണ്ണം കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ബ്രഷാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രഷിൻ്റെ സെറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാണാനായിട്ടും നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റിയും എല്ലാം കൊണ്ടും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമുക്കിത് എങ്ങോട്ടെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ക്യാരി ചെയ്യാനായിട്ട് ഈസി ആട്ടോ. കാരണം നല്ലൊരു അടിപൊളി ബോക്സിലായിട്ടാണ് വരുന്നത്. കൂടാതെ നമുക്ക് മിറർ നോക്കിക്കൊണ്ട് തന്നെ മേക്കപ്പ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതെന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇത് 5 പീസ് ട്രാവൽ സൈസ് മേക്കപ്പ് ബ്രഷ് സെറ്റ്, കംപ്ലീറ്റ് ഫങ്ഷണൽ കിറ്റ് വിത്ത് മിറർ ആൻഡ് കേസ്. അതാണ് ഈ ഒരു സംഭവം. 2.5K ആണ് ഇത് സോൾഡ് ഔട്ട് ആയിട്ടുള്ളത്. പിന്നെ 8.08 ആണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് വരുന്നത്. വേറെയും ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. പിങ്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് അടുത്തൊരു പർച്ചേസ്. പിന്നെ ഇതിന് 4.7 സ്റ്റാർ ആണ് റേറ്റിംഗ് വന്നിട്ടുള്ളത്. അടുത്ത് വാങ്ങിയിട്ടുള്ളത് കുറച്ച് അണ്ടർവെയർ സ്റ്റോറേജ് സംഭവമാണ് കേട്ടോ. ഫസ്റ്റ് വൺ ഇതാണ്. ഇത് നമുക്ക് നമ്മുടെ ബ്രായൊക്കെ എന്താ പറയുക ചുളിയാണ്ടും ഒക്കെ ആയിട്ട്, അതായത് പാഡഡ് ബ്രാസ് ഉണ്ടല്ലോ, അതൊക്കെ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്ത് വയ്ക്കാനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് കൂടിയാണ് കേട്ടോ ഇത്. നല്ലതാണ്. ഇതിപ്പോൾ ഒരെണ്ണത്തിൽ തന്നെ നമുക്ക് കുറച്ച് 2-3 ഒക്കെ വെക്കാനായിട്ട് പറ്റും കേട്ടോ. കണ്ടോ, ഇതൊരു മെഷ് ടൈപ്പാണ്. ഇതെനിക്ക് തോന്നുന്നു വേറെയും കുറേ ആപ്സിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇതുപോലത്തെ അണ്ടർവെയർസ് സ്റ്റോർ ചെയ്യുന്ന സംഭവം എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ റേറ്റ് 6.28 റിയാലാണ് കേട്ടോ. 14K ആൾക്കാർ ഇത് വാങ്ങിയിട്ടുണ്ട്. 4.6 ആണ് ഇതിൻ്റെ റേറ്റിംഗ് വരുന്നത്. എന്തായാലും അടിപൊളി പ്രൊഡക്റ്റാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഒരെണ്ണം. അടുത്തത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതാണ്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പാൻറ്റിയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റിയ സംഭവമാണ് കേട്ടോ. മടക്കി നല്ല രീതിയിൽ തന്നെ നമുക്ക് അലമാരയിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഇതും എനിക്ക് തോന്നുന്നു ഒരു പീസിന് 6.28 റിയാലാണ്. പിന്നെ ഇതുപോലെ തന്നെ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇത് ജീൻസ് സ്റ്റോർ ചെയ്ത് വെക്കാനാണ്. ജീൻസ് എന്ന് ഒരു പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ല, ഞാൻ ജീൻസാണ് വെക്കാറ്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഈ ഒരു സംഭവത്തിൻ്റെ റേറ്റ് വരുന്നത് 8.08 റിയാലാണ് കേട്ടോ. ഇതിനകത്ത് 9 ഗ്രിഡാണ് വരുന്നത്.
അതായത് 9 കള്ളികൾ വരുന്നുണ്ട് കേട്ടോ. ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ ജീൻസ് ആയതുകൊണ്ട് ഒരു കള്ളിയിൽ ഒരെണ്ണമാണ് വെക്കാൻ പറ്റുള്ളൂ. 413 പേരാണ് വാങ്ങിയിട്ടുള്ളത്. 4.7 ആണ് റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ജീൻസ് നല്ലോണം മടക്കി ഒതുക്കി വെക്കാനായിട്ട് പറ്റും. കണ്ടോ, ഇതിന് അത്യാവശ്യം നല്ല ഇതുപോലത്തെ നന്നായിട്ട് വിരിവുണ്ട് കേട്ടോ. അതിപ്പോൾ ചുരുണ്ട് കൂടിയിരിക്കണം കാരണം കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതെല്ലാതും സെപ്പറേറ്റ് വാങ്ങിയതാണ് കേട്ടോ, ഒരുമിച്ച് ഒരു സെറ്റല്ല, എല്ലാം വേറെ വേറെയാണ്. നെക്സ്റ്റ് വാങ്ങിയിട്ടുള്ളത് ഇതാ ഈ 2 ഐറ്റംസ് ആണ് കേട്ടോ. ഇത് ടൂത്ത് പേസ്റ്റ് അല്ലെങ്കിൽ ടൂത്ത് ബ്രഷ് ഹോൾഡേഴ്സ് ആണ്. ഇത് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ടൂത്ത് പേസ്റ്റും ടൂത്ത് ബ്രഷും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇത് നമ്മളിപ്പോൾ ട്രാവൽ വെക്കുകയാണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. നമുക്ക് സാധാരണ ഞാനൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ സിപ്ലോ കവറിലാണ് ഇട്ടുകൊണ്ട് പോകാറ് അതൊക്കെ. അപ്പോൾ അതിന് വരായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ബ്രഷും പേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ നല്ല സേഫായിട്ട് സെക്യൂർ ആയിട്ട് ഇരുന്നോളും. ഇത് ബാത്റൂമിൻ്റെ ഉള്ളിൽ ഇപ്പോൾ തൂക്കിയിടണമെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അതല്ല ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് ഒരു പീസിന് റേറ്റ് വരുന്നത് 4.59 റിയാലാണ്. ഇത് ട്രാവൽ പോർട്ടബിൾ ടൂത്ത് ബ്രഷ് ടൂത്ത് പേസ്റ്റ് ഹോൾഡർ സ്റ്റോറേജ് ബോക്സ്. അതിനാണ് ഈ ഒരു സംഭവത്തിൻ്റെ പേര്. 13K ആൾക്കാരാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. 4.6 ആണ് ഇതിൻ്റെ റേറ്റിംഗ് വരുന്നത് കേട്ടോ. ഇത് ഇപ്പോൾ പല ഷെയ്ഡ്സിലും അവൈലബിൾ ആയിരുന്നു. പീച്ച് ഉണ്ടായിരുന്നു, ഗ്രേ ഉണ്ടായിരുന്നു, പിന്നെ ഈ ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ 2 ഷെയ്ഡ്സാണ് വാങ്ങിയിട്ടുള്ളത്. ഇതും അടിപൊളി പ്രൊഡക്ട്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഐറ്റം ഇയർബഡിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. ഇതാണ് സംഭവം. ഇതിനകത്ത് 100 പീസാണ് വരുന്നത്. 100 പീസിന് റേറ്റ് വരുന്നത് 3.59 റിയാലാണ്. ഇത് സാധാരണ വുഡൻ സംഭവമാണ് കേട്ടോ. വുഡൻ ഇതിൽ നമ്മുടെ എന്താ പറയുക ബഡ്സ് വരുന്ന നോർമലായിട്ടുള്ള സംഭവമാണ്. ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ വരാറുണ്ട്, പിന്നെ വുഡിൻ്റെയും വരാറുണ്ട്. അതൊക്കെ നമുക്ക് എല്ലാ ഷോപ്സിലും അവൈലബിൾ ആയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഇതാണ് അടുത്തൊരു പർച്ചേസ്. പിന്നെ വാങ്ങിയിട്ടുള്ളത് കുറച്ച് ഹുക്സ് ആണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഹുക്സ് ആണ്. ഇത് നമുക്ക് സ്റ്റിക്കി ഹുക്സ് ഉണ്ടല്ലോ, ഇപ്പോൾ വോളിലൊക്കെ ഇതിങ്ങനെ ഈ ഒരു സംഭവം മാറ്റി കഴിഞ്ഞാൽ താഴെ ഗ്ലൂ ഉണ്ട്, ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് ഒരു കൈയുടെ ഷേപ്പാണ് കേട്ടോ. കണ്ടോ, ഇത് നമുക്കിങ്ങനെ അകത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് എന്തെങ്കിലും വയറൊക്കെ എന്താ പറയുക സെറ്റ് ചെയ്തിടാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ചാർജറിൻ്റെ ഒക്കെ വയറ് അവിടെ ഇവിടെയൊക്കെ നീങ്ങിയും അങ്ങനെ ഇങ്ങനെയൊക്കെ എടുക്കുമല്ലോ, ചിലപ്പോൾ താഴേക്ക് എടുക്കുമല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് ഈ ഒരു സംഗതിയിൽ നമുക്ക് വേണ്ട രീതിയിൽ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഞാൻ കാണിച്ചു തരാം, ഞാൻ ഫോട്ടോ കാണിക്കാം കേട്ടോ. കാണുന്ന പോലെ ചാർജേഴ്സൊക്കെ നമുക്ക് ഇതുപോലെ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. ഇത് 10 പീസിൻ്റെ ഒരു സെറ്റാണ്. കേബിൾ ഓർഗനൈസർ ഹുക്സ് കീപ് യുവർ സ്മാർട്ട് ഫോൺ ചാർജിങ് കേബിൾസ് ടൈഡി ആൻഡ് പ്രൊട്ടക്റ്റ്. പിന്നെ 3.7K ആൾക്കാരാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. 10 പീസിന് റേറ്റ് വരുന്നത് 3.82 റിയാലാണ് കേട്ടോ. 4.7 സ്റ്റാറാണ് ഇതിന് റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. ഇത് മൾട്ടി കളറിലാണ് വരുന്നത്. കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ നമ്മൾ ഹുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ബാക്കിൽ ചിലപ്പോൾ കാണുന്നുണ്ടാവും, കണ്ടോ, അത് ഈ ഒരു സംഭവമാണ് കേട്ടോ. ആ കാണുന്നത് ബാലൻസ് ഉള്ളത് 4ആണ്, ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് വീണ്ടും സ്റ്റിക്കി ഹുക്സ് തന്നെയാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് എന്തെങ്കിലും ഹാങ് ചെയ്തൊക്കെ ഇടാനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഹുക്കാണ്. ഇതാണ് സംഭവം. ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ ഞാൻ ഇപ്പോൾ കിച്ചണിലായാലും അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ബാഗുകളോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഹാങ് ചെയ്ത് ഇടണമെന്നുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഹുക്സ് ആണ് കേട്ടത്. ഇതാണ് അടുത്തത്. ഇതിൻ്റെ റേറ്റ് 0.40 റിയാലാണ്. എനിക്ക് തോന്നുന്നു 2 എണ്ണത്തിനോ ഒരെണ്ണത്തിനോ ആണ് ഈ ഒരു റേറ്റ് വരുന്നത്. നമ്മൾ 10 പീസാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഒരെണ്ണത്തിനോ 2 എണ്ണത്തിനോ ആണ് ഈ ഒരു 0.40 റിയാൽ വരുന്നത്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പർച്ചേസ്. അടുത്ത വാങ്ങിയിട്ടുള്ളത് ഈ ഒരു സ്ട്രെയിനറാണ് കേട്ടോ. ഇതിനകത്ത് ഇവിടെ ആയിട്ടാണ് സ്ട്രെയിനർ വരുന്നത്. നമുക്ക് ഇവിടെ ഇപ്പോൾ അരിയോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ ഒക്കെ വാഷ് ചെയ്തിട്ട് നമുക്ക് വെള്ളം പോകാനായിട്ട് ഇങ്ങനെ വെക്കുമല്ലോ, വാലാൻ വെക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് പറ്റിയൊരു സംഭവമാണിത്. നമുക്ക് ഇവിടെ ഇങ്ങനെ അരി വാഷ് ചെയ്യാം. അതിന് ശേഷം ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ, എവിടെയെങ്കിലും ഒന്ന് ചാരി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹോളിൽ കൂടെ വെള്ളം നന്നായി പൊക്കോളും. അപ്പോൾ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്ത് നമുക്ക് കിട്ടും. ഇപ്പോൾ ബിരിയാണിക്കാണെങ്കിലും അല്ലെങ്കിൽ എന്തിനാണെങ്കിലും അരിയോ വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ ഒക്കെ വാഷ് ചെയ്തതിന് ശേഷം ഇതിൽ തന്നിട്ട് വാഷ് ചെയ്യാൻ ചെയ്യാം, ഇതിൽ തന്നിട്ട് സ്ട്രെയിൻ ചെയ്ത് എടുക്കുകയും ചെയ്യാം. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഇതിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ കുറച്ച് വലിപ്പമൊക്കെ തോന്നിയിരുന്നു, കണ്ടോ. വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ചെറിയൊരു സംഭവമാണ്, പക്ഷേ ഇത്ര മതി. അപ്പോൾ ഇത് റൈസ് വാഷർ സ്ട്രെയിനർ ബൗൾ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ. 88K ആൾക്കാർ ഇത് വാങ്ങിയിട്ടുണ്ട്. റേറ്റ് വരുന്നത് 3.07 റിയാലാണ്. 4.6 സ്റ്റാറാണ് റേറ്റിംഗ് വരുന്നത്. അടിപൊളി സംഭവമാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സംഭവമാണിത്. ഇതാണ് അടുത്തൊരു പർച്ചേസ്. അടുത്ത് വാങ്ങിയിട്ടുള്ളത് കിച്ചണിലേക്ക് തന്നെ പറ്റിയൊരു സംഭവമാണ്, പക്ഷേ ഞാനിത് അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. എനിക്ക് അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. ഇതാണ് സംഭവം, കണ്ടോ. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കാനുള്ള, പേസ്റ്റ് അല്ല, ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കില്ലേ, അങ്ങനെ എടുക്കാനുള്ള ഒരു സംഭവമാണ്. ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഗാർലിക്കോ ജിഞ്ചറോ ചെറിയൊരു പീസ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. കണ്ടോ, ഗാർലിക്കൊക്കെ ആണെങ്കിൽ ഒരു 2 പീസൊക്കെ വെക്കാൻ പറ്റുള്ളൂ. അത് വെക്കുക, എന്നിട്ട് ഈ ഒരു ക്യാപ്പ് പോലത്തെ സംഭവം ഉണ്ടല്ലോ, ഇതങ്ങോട്ട് വെച്ച് അടയ്ക്കുക. എന്നിട്ട്
ഇങ്ങനെ 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 കാണിക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽക്കൂടെ ഈ ഗാർലിക്കോ ജിഞ്ചറോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതുപോലെ പേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. പേസ്റ്റ് അല്ല, ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്യുന്ന പോലെ കിട്ടും. ഇത് ഗാർലിക്ക് നല്ലോണം കിട്ടും, പക്ഷേ ജിഞ്ചർ കിട്ടില്ല കേട്ടോ. ജിഞ്ചർ വരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്, ഇത്തിരി നല്ല ബുദ്ധിമുട്ടാണ്. ജിഞ്ചർ അതിൽ നന്നായിട്ട് നമുക്ക് ചതച്ചെടുക്കണതാണ് നല്ലത്. ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ, അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്നുമല്ല. ഇതിൻ്റെ റേറ്റ് 3.82 റിയാലാണ്. ഇത് ഹൗസ് ഹോൾഡ് ക്രിയേറ്റീവ് മൾട്ടി ഫങ്ഷണൽ ഗാർലിക് ഗ്രൈൻഡർ, ജിഞ്ചർ ഗ്രൈൻഡർ, അങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. 28K ആൾക്കാരാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. 4.7 റേറ്റിംഗ് വരുന്നുണ്ട്. കുറേ ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. പിങ്ക് ഉണ്ട്, പിന്നെ ഈ ഒരു ഗ്രീൻ ഉണ്ട്, പിന്നെ വയലറ്റ്, അങ്ങനെ കുറച്ച് ഷെയ്ഡ്സിലൊക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ. പക്ഷേ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല അത്. അടുത്ത് വാങ്ങിയിട്ടുള്ളത് ഒരു ഹോം ഡെക്കോറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം, കണ്ടോ, ഇങ്ങനെയാണ് ഇത് കാണാനുള്ളത്. ഇത് ക്രിയേറ്റീവ് മൂൺ നൈറ്റ് ലൈറ്റ് ഡെക്കറേറ്റീവ് ബെഡ്റൂം ടേബിൾ ലൈറ്റ്, അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് താഴെയിട്ടൊരു ചെറിയൊരു സ്വിച്ച് പോലെയുണ്ട്. അത് ഓൺ ആക്കിയാൽ ലൈറ്റ് കത്തും. ഇങ്ങനെയാണ് സംഭവം കേട്ടോ. കാണാനായിട്ട് നല്ല ഭംഗിയാണ്. നമ്മൾ ഫുൾ ലൈറ്റ് കെടുത്തി കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇത് ഒരു യെല്ലോ നല്ലൊരു വാം ലൈറ്റാണ് കേട്ടോ. സ്ക്രീനിൽ കാണുമ്പോൾ കറക്റ്റ് അതിൻ്റെ ഭംഗി അറിയുന്നില്ല. നമുക്ക് ടേബിൾ ലാമ്പൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ചെറിയൊരു വെളിച്ചത്തിനും നല്ല രസം കിട്ടും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിൻ്റെ റേറ്റ് വരുന്നത് 7.34 റിയാലാണ്. 2K ആൾക്കാരാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. 4.4 ആണ് ഇതിൻ്റെ റേറ്റിംഗ് വരുന്നത് കേട്ടോ. ഇത് കാണാനായിട്ട് നല്ല പ്രൊഡക്റ്റാണ്. ഇതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതങ്ങനെ വലിയ വെട്ടവും വെളിച്ചം കാര്യങ്ങളൊന്നും തരില്ല കേട്ടോ. നമുക്കൊരു ഹോം ഡെക്കോറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും, അത്ര മാത്രമേ ഉള്ളൂ. എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ വിചാരിച്ചത് എന്തോ കീ ചെയിൻ കണ്ടാന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇയർ വാക്സ് റിമൂവൽ കിറ്റാണ് കേട്ടോ. ഇതിനകത്ത് കുറച്ചധികം ടൂൾസ് വരുന്നുണ്ട്. ഒരു 6 ടൂൾസ് വരുന്നുണ്ട്. ഇത് എന്തിനൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. നമ്മുടെ സാധാരണ ഇപ്പോൾ ചെവിത്തോണ്ടിന്നാണ് ഞങ്ങളുടെ അവിടെയൊക്കെ പറയാം കേട്ടോ. ഇയർബഡ്സ് അല്ലാണ്ട് ചില ആൾക്കാർ ഇങ്ങനത്തെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് നാട്ടിലൊക്കെ. പക്ഷേ ഇതിനകത്ത് കുറേ ഉണ്ട് കേട്ടോ. കുറേ പല ഷേപ്പിലും ഇതിനകത്ത് സംഭവങ്ങളുണ്ട്. പിന്നെ ഈ ആപ്പിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തിനൊക്കെ യൂസ് ചെയ്യാന്നുള്ളത്. കണ്ടോ, ഇതുപോലുള്ള സ്പ്രിങ്ങിൻ്റെ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്തായാലും 6 ടൂൾസാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. കണ്ടോ, ഇതാണ് സംഭവം. ഇങ്ങനെയാണ് ഫോട്ടോ കേട്ടോ. അപ്പോൾ ഇത് 6 പീസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇയർ പിക് സെറ്റ്, ഇയർ വാക്സ് റിമൂവൽ ടൂൾ, ഇയർ ക്ലീനിങ് ടൂൾ, ഇയർ വാക്സ് റിമൂവൽ സെറ്റ്, അങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 4.99 റിയാലാണ്. 100K ആൾക്കാർ ഇത് വാങ്ങിയിട്ടുണ്ട്. 4.5 ആണ് ഇതിൻ്റെ റേറ്റിംഗ് വരുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഇതുവരെ, അതുകൊണ്ട് ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അല്ല, ഈ 6 ടൂളും എന്തിനാണെന്നും എനിക്കറിയില്ല. എനിക്ക് ആകെ ആ ഒരു ഇങ്ങനെ ഇരിക്കുന്ന ഒരു ടൂളുണ്ടല്ലോ, അത് മാത്രമാണ് സാധാരണ ഞാൻ നാട്ടിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഈ കാണാവുന്ന ബാക്കിയുള്ള ടൂൾസൊക്കെ എന്തിനാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഇതാണ് എന്തായാലും അടുത്തൊരു പർച്ചേസ്. ഈ ഒരു ഹോൾ വീഡിയോയിലെ ലാസ്റ്റ് ഐറ്റം ഒരു മൊബൈൽ കവറാണ് കേട്ടോ. അത് കാണിക്കാനായിട്ട് ഇപ്പോൾ കാണാനില്ല, കാരണം അത് ഇങ്ങനെ യൂസ് ചെയ്യാറില്ല. ഹസ്ബൻഡിൻ്റെ ഫോണിന് വേണ്ടി വാങ്ങിച്ച കവറായിരുന്നു. iPhone 14 Pro Maxൻ്റെ കവറാണ് കേട്ടോ. ഇതാണ് സംഭവം. അത് ആൾ എന്തായാലും യൂസ് ചെയ്യാറില്ല. എനിക്ക് തോന്നുന്നു ആൾക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ബാഗിലൊക്കെ ഉണ്ടാവും. ഇപ്പോൾ എന്തായാലും ഞാൻ നോക്കിയപ്പോൾ കാണാനില്ല കേട്ടോ. ഇത് ഗ്രാഫിക് പ്രിൻറ്റഡ് ഫോൺ കേസ് ഫോർ iPhone 15, 14, 13, 12, 11 Pro Max അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 8.91 റിയാലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 558 പേരാണ് വാങ്ങിയിട്ടുള്ളത്. 4.7 ആണ് റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. ഹസ്ബൻഡ് എന്തായാലും ഇത് യൂസ് ചെയ്യില്ല, അപ്പോൾ ആൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. സംഭവം കാണിക്കാനായിട്ട് ഇപ്പോൾ കാണാനുമില്ല. അപ്പോൾ അതാണ് നമ്മുടെ ലാസ്റ്റ് പർച്ചേസ്. അപ്പോൾ ഇത്രയൊക്കെ ഐറ്റംസ് ആണ് ഞാൻ Temu വാങ്ങിയിട്ടുള്ളത് കേട്ടോ. എനിക്ക് എന്തായാലും വാങ്ങിയതിൽ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്ട്സും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല യൂസ്ഫുൾ പ്രൊഡക്ട്സ് തന്നെയാണ്. ഇഷ്ടപ്പെടാണ്ടിരുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ. പിന്നെന്താ, ചിലതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ആ ഒരു ബ്രഷിൻ്റെ സെറ്റൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ആ ഒരു മൊബൈലിൻ്റെ കേസ് ഉണ്ടല്ലോ, അത് ഹസ്ബൻഡിന് വാങ്ങിയതാണ്, ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി എല്ലാ ഐറ്റംസും നല്ല അടിപൊളി പ്രൊഡക്ട്സ് ആണ് കേട്ടോ. എനിക്കെന്തായാലും ഈ ഒരു ആപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ പണ്ടത്തെ ക്ലബ് ഫാക്ടറിക്ക് ഓർമ്മ വരുന്നു. ക്ലബ് ഫാക്ടറി, ഷീൻ ഒക്കെ ഓർമ്മ വരുത്തുന്ന ഒരു ആപ്പാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾക്ക് Temu പർച്ചേസ് ചെയ്യാനായിട്ട് അവസരം കിട്ടുന്നവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. റിവ്യൂസ് റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് വാങ്ങിയാൽ മതി കേട്ടോ. ചിലവർക്കൊന്നും ഈ Temu ആപ്പ് അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ കുറച്ച് റിവ്യൂസൊക്കെ കണ്ടു നോക്കിയപ്പോൾ എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സ്ക്രോൾ ചെയ്ത് കുറേ സാധനങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഹെയർ ആക്സസറീസും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ്, പിന്നെ ഇയറിങ്സ്, ഇതൊക്കെ നല്ലതാണ് കേട്ടോ. ഞാൻ കണ്ടുകൊടുത്തോളാം. റേറ്റും അങ്ങനെ ഒരുപാട് റേറ്റൊന്നും ഇല്ല. കാണാനായിട്ടായാലും നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇത്ര ഉള്ളത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ആയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.